നമ്മൾ മുംബൈയിലും സൗദിയിലൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ BMW i4 ഞാൻ വണ്ടി ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പോവാറ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാണ് എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഒരുമിച്ചിരിക്കണോ അമ്പടാ ദേഷ്യം വന്നിട്ട് നോക്കണോക്ക്. അതാണ് ആർഡറിന് ദേഷ്യം വന്നിട്ടാ ഇഷ്ടപ്പെട്ടിട്ടില്ല, ക്യാമറ ഓടിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടില്ല, അതാണ് അങ്ങനെ. സോ ടുഡേ സ്പെഷ്യൽ കുഞ്ഞാ പോവോ ആർട്ടിസ്റ്റ്. ഓ ഏതാ ജേഴ്സി ഒക്കെ നമുക്കത് ബീഫ് ഓടുന്നുണ്ട്. ബീഫ് വെച്ചിട്ട് ബീഫ് വരട്ടിയത് സ്പെഷ്യലോ അങ്ങനെന്തോ ഉണ്ടാക്കണം അതിൻ്റെ ആകാം. പക്ഷെ നമ്മളിന്ന് പത്തിരി പ്രതീക്ഷ അല്ലേ, ഇന്ന് പത്തിരി പ്രതീക്ഷ. യെസ്, സോ വി ഹാവ് ചപ്പാത്തി ആൻഡ് മുട്ടക്കറി. സോ ഗൈസ്, നമ്മളങ്ങനെ ഇന്ന് കുറേ നാൾക്ക് ശേഷം, എനിക്കൊന്ന് ഒരു മാസത്തിൻ്റെ മുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ കാറ് BMW ഓടിക്കാൻ വേണ്ടി പോവാണ്. ഇത് എടുക്കാതിരിക്കുന്നില്ല കേട്ടോ, ഇടയ്ക്ക് ഉപ്പാനോട് ഓടിക്കാൻ പറഞ്ഞു. കാരണം ഈ വണ്ടിയൊന്നും എടുക്കാതിരിക്കുന്നില്ല, ഒന്നും ഇലക്ട്രിക്കാണ് ഒന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ അങ്ങനെ ഇപ്പോൾ മെയിനായിട്ട് എവിടെയും പോകാനില്ല, സാർ എടുക്കാറില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഇടയ്ക്ക് ഇവിടെ നാട്ടിൽ ഓടാനും ഇതിനൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്നും എടുക്കാൻ പറയാറുണ്ട്. അങ്ങനെ എടുക്കാറുണ്ട്, വണ്ടി എടുക്കാതിരുന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു 1-1.5 മാസത്തിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി പോകണം. പിന്നെ അതേ നമ്മുടെ ഡ്യൂക്ക് 250 പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്, ആരും എടുക്കാറില്ല ഈ സാധനം. ഇത് പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടോ, ഇത് മറ്റേ അങ്ങോട്ടേക്ക് ട്രെയിനിൽ ബാംഗ്ലൂരിലുള്ള സമയത്ത് ബാംഗ്ലൂർക്ക് കൊറിയർ ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ഒരെണ്ണം ബാംഗ്ലൂരിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പൊട്ടി, ഒരെണ്ണം ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടി. ഇതെങ്ങനെ ഇവരിത് പൊട്ടിറങ്ങാൻ മനസ്സിലാവുന്നില്ല. ഇത് രണ്ടും അങ്ങനെ ബാക്കത്തെ പൊട്ടിയുണ്ടായിരുന്നു. ബട്ട് ഇൻഡിക്കേറ്റർ സ്റ്റിൽ വർക്കിംഗ് ആണ്. ഈ ആഫ്റ്റർ എ ലോങ് ടൈം നമുക്കൊന്ന് ഞാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. മൈ ഗാഡ്. ഓക്കെ, ഇതേ നമ്മുടെ വണ്ടി. എൻ്റെ മോനെ വണ്ടി ഇപ്പം എത്രയെന്ന് അറിയോ, 62,500 കിലോമീറ്റർ ആയി. നിങ്ങൾ ആലോചിക്കണം, 2 വർഷം പോലും ആയിട്ടില്ല വണ്ടി. പക്ഷേ 62,500, അതും ഇപ്പോൾ കുറവാണ് ആക്ച്വലി. ഇപ്പോൾ ഒരു മാസം ഓടിച്ചിട്ടേ ഇല്ല. പിന്നെ അതിൻ്റെ മുന്നത്തെ ദിവസം കുറച്ച് ഓട്ടം കുറവായിരുന്നു. പക്ഷേ അതായത് ഒരു 2 മാസം മുമ്പ് വരെ തന്നെ ഓൾറെഡി ഇത് 62,000-60,000 ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം. ഓക്കെ, നെക്സ്റ്റ് സർവീസ് 6/9/2025 അടുത്ത സർവീസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വണ്ടി എടുത്തിട്ടുള്ള, അത് നിങ്ങൾ ആലോചിക്കണം, ഈ വണ്ടി എടുത്തിട്ടുള്ള ഫസ്റ്റ് സർവീസാണ്. അതായത് നമ്മുടെ BMW ആപ്പിൽ നോക്കിയാലുള്ള ഫസ്റ്റ് സർവീസ്. അതായത് വണ്ടി എടുത്തിട്ട് ശേഷം 2 വർഷം കറക്റ്റ് ആ ഡേറ്റിനാവും. ആ 2 വർഷം ആകുമ്പോഴാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. ഇതുവരെയായിട്ട് ഈ വണ്ടി സർവീസിന് എന്നുള്ള രീതിയിൽ നമ്മൾ ഷോറൂമിൽ കയറ്റിയില്ല. ആകെ നമ്മൾ ഇതിൻ്റെ ടയർ മാറാൻ, അതുപോലെ തന്നെ വൈപ്പർ ബ്ലേഡ് മാറാൻ, അങ്ങനത്തെ ഇതിന് മാത്രമേ അതിവിടെ കയറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആപ്പ് ത്രൂ ഉള്ള നമ്മളെ പ്രോപ്പറായിട്ടുള്ള ഒരു സർവീസിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടല്ലോ. ഈവൻ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് പോലും ഇതിൻ്റെ സർവീസ് ഡേറ്റ് ആപ്പിൽ കാണിച്ചു തരുന്നത് ഈ ഡേറ്റാണ്. 2025 9 മാസമാണ് ഇതിൻ്റെ സർവീസ് എന്ന് കാണിച്ചു തരുന്നത്. അത്രയും നമുക്ക് മിനിമലാണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത്. ഈ സോ ഡിമോഡ് കിട്ടു. ഓക്കെ, ഫസ്റ്റ് തവണ എടുക്കുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അതിൻ്റെ ബ്രേക്ക് പിടിച്ച് എന്ത് സ്മൂത്താന്ന് പറയുക ഗൈസ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, എന്ത് സ്മൂത്താന്ന് അറിയോ. അപ്പോൾ മറ്റേ അൽക്കസാറിൻ്റെ ഇതിനേക്കാളും ഭയങ്കര സ്മൂത്താണ് ഇതിൻ്റെ സ്റ്റിയറിങ്. ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇത്രയും കഷ്ടപ്പാടുണ്ട് ഇവിടെ. പിന്നെ ഒരു നല്ല വീടുകളിലും ഉള്ള സംഭവമാണ്. പിന്നെ ഇത് ഈ ഒരു ഇടവഴി എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ ഇടവഴിയാണ്. കുറച്ച് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞാൽ തട്ടും എന്നുള്ള രീതിക്കുള്ളൊരു ഇടവഴിയാണ് ഇതിൻ്റെ. ഇവിടെ കുഴപ്പമില്ല, ആ ഫ്രണ്ടത്തെ മതിലോട്ടിട്ട്, ഇവിടെ പിന്നെ മതിലില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഫ്രണ്ടത്തെ മതിലോട്ടിട്ട് ഭയങ്കര ചെറിയൊരു ഇടവഴിയാണ്. അവിടെ ലെഫ്റ്റിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തിരിഞ്ഞാൽ തട്ടുന്നില്ല. ആദ്യമായിട്ട് ഇവിടെ ഒരു എന്താ പറയുക, വണ്ടി ഓടിച്ച് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ വഴി വരുന്നവരൊക്കെ ഇടക്കിടക്ക് ഇവിടെ തട്ടാറുണ്ട്. ഈ വഴി അങ്ങനെ ഗസ്റ്റൊക്കെ അല്ലെങ്കിൽ കുടുംബക്കാർ അങ്ങനെ ആരെങ്കിലൊക്കെ വരുന്ന സമയത്തൊക്കെ വണ്ടി സൈഡ് തട്ടി ഒരേറൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് വന്നപ്പോഴൊക്കെ തട്ടിയിരുന്നു. ഇവിടെ എവിടെ അറിയോ, ഇവിടെ മെയിനായിട്ട് ഈ ഒരു പോസ്റ്റ് മേൻ എല്ലാവരും തട്ടുക. ഇതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒറ്റ തിരിവിൽ ഈ സാധനം ഓടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും ചെറിയ വണ്ടി ആവണം. അത് അല്ലാണ്ട് നോർമൽ ഒരു സൈസുള്ള വണ്ടി ഇതിൽ ഇവിടെ ഒറ്റ തിരിവിൽ തിരിയില്ല. ഇത് നേരെ പോകുന്ന വെച്ചാൽ നേരെ ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കും, എന്നിട്ട് ഒരു റിവേഴ്സ് എടുത്തിട്ടാണ് കയറ്റാൻ പറ്റുള്ളൂ. തിരിച്ചു വരുന്ന സമയത്താണെങ്കിലും ഇതേപോലെ തന്നെ ആദ്യം ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഒരു റിവേഴ്സ് എടുത്ത് കയറ്റാനുള്ളൂ. അപ്പോൾ ഒറ്റ ഒടിവിൽ തിരിക്കാൻ നോക്കുന്ന സമയത്ത് എപ്പോഴും ആ സാധനത്തിൽ തട്ടാറുണ്ട്. സോ
ഓ മൈ ഗാഡ്. മുംബൈയിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ സൈക്കിൾ ഓടിച്ച് നടന്നിരുന്നിട്ട് ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ ഊബറൊക്കെ വിളിച്ചിട്ടൊക്കെ വരുന്നത്. ഇങ്ങനെ വിചാരിച്ചിരുന്നു എൻ്റെ BM ഉണ്ടായിരുന്നെങ്കിലൊക്കെ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഓടിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം നമ്മൾ BM ഫസ്റ്റ് ഡേ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നോക്ക് എന്ത് ഇങ്ങനെ ഇതിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്ത് ഒരു പ്രത്യേക സന്തോഷം ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. ഇവിടുത്തെ റോഡൊക്കെ ഫുള്ള് പണിയെടുക്കാണ്, ഫുള്ള് പൊടിയാണ്. നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല, പക്ഷേ ഭയങ്കര പൊടിയാണ്. ഇപ്പോൾ വണ്ടി പുതിയ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം, മൊത്തം പൊടിയായി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പള്ളി പോകണം, എല്ലാവരും പള്ളി പോകുന്നത് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ മുഖം ഇതാക്കിയിട്ട് നടക്കുന്നത്, അമ്മാതിരി പൊടിയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇനി പള്ളി പോയി വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ. സോ നമ്മളങ്ങനെ പള്ളി പോയി വന്നിട്ട് ഞാൻ പിന്നെ ഡ്രസ്സ് മാറി. എനിക്ക് ഷർട്ട് ഇട്ടൊരു സുഖം കിട്ടുന്നില്ല. കുഞ്ഞാപ്പോ ഡ്രിപ്പ് ചെക്ക് പറഞ്ഞ ഔട്ട്ഫിറ്റിൻ്റെ ഇതിനെത്ര? ഹൗ മച്ച് ഫോർ യുവർ പാൻസ്? ജോർജിയൻ കറൻസി 80 ലാരി വരുമ്പോൾ എത്ര ഇന്ത്യൻ കറൻസി? 2500. ഇന്റെ ബാറ്ററിയിലാകെ 1000 നമ്മുടെ ഡ്യൂക്ക് 250 ഹിയർ. ഇത് നമുക്ക് ബാറ്ററി ഡൗൺ ആയി കിടക്കാണ്. ഞാൻ ഇത്ര ദിവസം ഉപയോഗിക്കാതിരുന്നിട്ടേ ബാറ്ററി ഡൗൺ ആകും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യണം, ഒന്ന് വണ്ടി ഒന്ന് കഴുകണം. ഫുള്ള് ചളി പിടിച്ച് ഇവൾക്ക് ഡ്യൂക്കിൽ വേണം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡ്യൂക്കിൽ പോകാം. അതേപോലെ തന്നെ നമ്മളെ താത്ത പറഞ്ഞാൽ എൻ്റെ രീതി മറ്റേ റിച്ചു അവിടെ ബീഫാമിൻ്റെ ട്രെയിൻ ആയിട്ടൊരു തൃത്താല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ കയറാം. പിന്നെ അപ്പോൾ പക്ഷെ ഞാൻ വിചാരിക്കും സർപ്രൈസ് ആയിട്ട് താത്താനോട് പോകാൻ ഒരു മരുന്നതിൽ വാങ്ങാൻ. പറഞ്ഞോ പൊട്ടത്തിയുടെ കാര്യം. ഞാൻ വിചാരിച്ചു ആണോ? ഞാൻ വിചാരിച്ച എന്താ അറിയോ, അവിടെ പോയിട്ട് പ്രതീക്ഷിക്കാണ്ട് പോയിട്ട് വല്ല മരുന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ താത്താനെ സാധനം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അത് കാണുമ്പോൾ. ഏത് ലുക്ക് നോക്കിയ സാധനം. 340 bhp മെഷീൻ ഈസ് ഹിയർ. ലെറ്റ്സ് ഗോ. ബാക്കി ഈ വണ്ടിയിൽ കയറുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ പറയും താന്നൊരു കുഞ്ഞൊരു കുണ്ടുക്കുള്ളൊരു വണ്ടി കയറി. സൺറൂഫ് ഉപ്പമാക്കും എല്ലാവർക്കും വീട്ടുകാർക്ക് പറഞ്ഞ ഉപ്പമാക്കും ഇപ്പാക്കും ഇഷ്ടം അൽക്കസാറാണ്. അമ്മേ ഈ വണ്ടിയായിട്ടൊക്കെ ഇതിന് ഗ്രൗണ്ടിൽ അടിഭാഗം ഭയങ്കര താന്നിട്ടായോണ്ടേ ഭയങ്കര പാടാ. ഇത് ഇനി പണിയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ പത്ത് എൻ്റെ അമ്മ എത്ര കാലെടുക്കും. അതിലും കുലിങ്ങും. ഇത് റോഡിൻ്റെ ഉറപ്പല്ല, അല്ലാണ്ട് വണ്ടിയുടെ ഉറപ്പല്ല. പക്ഷേ ഈ വണ്ടിയിലെ സസ്പെൻഷൻ കുറച്ച് ഇതാണ്, പിന്നെ സ്പോർട്സ് വണ്ടിയാണ്, കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് അല്ല, പിന്നെ പറഞ്ഞു. അല്ല റീനു പറയേ ഒരു കൊല്ലം പോയി വന്നിട്ട് ഒരു മാറ്റമല്ല, പദ്ധതിയേക്കാളും മോശമായിട്ട് കിടക്കുന്നത്. അത് അവൾക്ക് ജോർജിയത്തെ റോഡൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ റോഡൊക്കെ കാണുമ്പോൾ ബ്രദർ എന്ന് പറയും. റോഡും അടിപൊളിയാ, കാറുകളും അടിപൊളിയാ. അവർക്ക് അവരുടെ ആൾക്കാരായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് എയർ കുറവായിരുന്നു വണ്ടിയിൽ, കുറേ എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ എയർ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കയറ്റിയതാണ്. സോ നമ്മളങ്ങനെ അമ്മമാരോട് പോകുമ്പോൾ ഉള്ള കുറച്ച് പഴം, കുട്ടികൾക്കുള്ള മുട്ടായി വാങ്ങി. ഞാൻ നോക്കട്ടെ. ശരി. മനസ്സിലായി. ശരി ഗൈസ്. മൂഞ്ചി ഗൈസ്. കുറച്ച് നിങ്ങളുടെ റോഡ് കാണിച്ചെടുത്തേ. കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് അത്രയും ദൂരം നമ്മൾ റിവേഴ്സ് എടുത്ത് വരികയാണ് ഗൈസ്. അയ്യോ. ഓക്കെ. സോ നമ്മൾ വന്ന വഴി നേരെ ഫ്രണ്ടിലോട്ട് പോയി. ഇവിടുന്ന് ഒരു അമ്പല വഴിയുണ്ട്. സോ നമ്മളങ്ങനെ അമ്മാരുടെ വീട്ടിലെത്തി. അമ്മാരുടെ വീട്ടിലോട്ട് കാറ് പോകില്ല, ചെറിയ വഴിയാണ്. സോ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് നടക്കണം. പഴവും മുട്ടായികളുമായി പമ്മ നമ്മളെ കാത്തുക്കാണ്ട് ഓടി. നമ്മൾ അമ്മായിരോട് പോവാണ്. ഇതാണ് ഇവിടുത്തെ വഴി. ഈ വഴി കാറ് പോകില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഇവിടെ ഇരുന്നൊരു വീട്ടിൽ കമ്പ്യൂട്ടറായിരുന്നു. ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുന്നത്. മറ്റേ റോഡ് റാഷ്. അതേപോലെ തന്നെ ഇവിടുത്തെ അമ്മായിക്കൊക്കെ ഇവരാണ് എനിക്ക് ആദ്യമായിട്ട് കമ്പ്യൂട്ടർ മേടിച്ചു തരുന്നത്.
അതായത് എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ മേടിച്ചിരുന്നു. ഞാൻ ബോബുക്കാക്കാന്ന് പറയാം. എനിക്ക് കമ്പ്യൂട്ടർ ഇപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കമ്പ്യൂട്ടറിനോടുള്ള ഇഷ്ടം മനസ്സിലായിട്ട്, അല്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു LED മറ്റേ CRT മോണിറ്റർ അത് വെച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചെന്നതും ഇവിടുത്തെ ഉപ്പാൻ്റെ താത്താൻ്റെ ഭർത്താവ്. ഈ സാമാനം ഉറക്കത്തിന് അതായണ്ട. ആ ഇതാണോ? ഇനി കുറച്ച് എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. എൻ്റെ ചെറുപ്പത്തിലെ ആൽബത്തിലെ ഇതേ ഇരിക്കുന്നത് ഇത് ഞാൻ ഈ ഷർട്ടിടാതിരിക്കുന്നത് ഇത് ഞാനല്ലേ, ഇത് ഞാൻ ഷർട്ട് ഇടാതെ. ഓ ഞാനെന്ത് തടിയായിരുന്നില്ലേ ഉണ്ടപ്പൻ. ഈ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ ഇതേ ചാറ്റ്. ആ ഏതാ ചിരി. ഇതേ ഫോട്ടോ എൻ്റെ പഴയ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫോട്ടോ, നല്ല രസമുള്ള ഫോട്ടോ. സോ ആഫ്റ്റർ ദിസ് മൈ സൂപ്പർ ഫോട്ടോ. ഇതൊക്കെ എന്ത് അടിച്ചിട്ടാവുക. എൻ്റെ കുഞ്ഞ വയറായതാ മേമി. സോ നമ്മുടെ നെക്സ്റ്റ് നമ്മൾ താത്താനെ റിച്ചുവിൻ്റെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ പോവാണ് സർപ്രൈസായിട്ട്. ദയാ മെഡിക്കൽ സെൻറ്റർ. ആ ഒരെണ്ണ ഞെട്ടും തോന്നുന്നു കേൾക്കാതെ. അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ പൂങ്കാവനത്തിലോ പോര്. സർപ്രൈസ് ആയോ? കണ്ടോ? അങ്ങോട്ട് പോകണ്ടോ? ഞങ്ങള് വഴി എത്തിയിട്ട് നേരെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. സർപ്രൈസ് ആയില്ലേ? അതോ ഓള് വിചാരിച്ച് നമ്മൾ വരുമെന്ന്. ഇവള് ഡെയിലി ഓലയിലാണ് പോയി വരാറുള്ളത്. ഉമ്മാക്കോടി കാണാമായിരുന്നു, മകള് വരായിരുന്നു, മകൻ കാണുന്നുണ്ടായിരുന്നു. കണ്ടുക്കണോ? ഒരു വന്നോ? നമ്മളെ കാണാതില്ലേ? സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത് നമ്മൾ 3 പേരായിട്ടായിരുന്നു. പക്ഷെ കൊണ്ടുവരാൻ വന്ന ആള് ബാക്കിൽ വരുന്നുണ്ട്. കണ്ണാടിയിൽ ഒരു ബാക്കിൽ മറ്റേ ബൈക്കിൽ വന്നിട്ടുണ്ട്. സോ നമ്മളങ്ങനെ ഞങ്ങൾ 3 പേരിൽ ഉപ്പമാനെ അവിടെ ഇറക്കിയിട്ട് നമ്മളങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോവാണ്. എന്താണ് പറയുക, എങ്ങനെയുണ്ട് വർക്ക് വെച്ചോ? ഓ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. അയ്യോ അതിൻ്റെ ഉള്ളിൽ ഇവൻ പുറത്ത് പോലും നല്ല തണുപ്പാണ് പുറത്ത്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. അതിനെന്താ മുകളിൽ ഒരു നില വേണ്ട തോന്നുന്നു. ഒരു നില വേണ്ട ആ ചൂട്. ഷീറ്റിൻ്റെ സാധനമാണോ? അപ്പോൾ ഇവളുടെ B.Pharm പാസ്സായി, B.Pharm പഠിച്ച് പാസ്സായി. അപ്പോൾ ഇനി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇനി ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ എവിടെയെങ്കിലൊക്കെ. ഈ ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ ഏറ്റവും കുറേ ബെഡ് ഉള്ള ഹോസ്പിറ്റലാണ് അങ്ങനെ എടുക്കേണ്ടതല്ലോ. ആ നിങ്ങൾ ആരെങ്കിലും കാണുന്നവരൊക്കെ നല്ല ഹോസ്പിറ്റലിൽ ആരെയും പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അങ്ങനൊന്നുമില്ല, അവൾക്ക് നല്ല ഹോസ്പിറ്റൽ. എവിടെയായാലും കുഴപ്പമില്ല. നല്ല ഹോസ്പിറ്റൽ ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിചയത്തിനുണ്ടെങ്കിലൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. നല്ല ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലിനിക്കിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ട്രെയിനായിട്ടാണ് കയറിക്കുന്നത്. ഇപ്പോൾ സാലറി ഇതൊന്നുമില്ല, ഇപ്പോൾ ഫുൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് പഠിപ്പിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ പവർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. പിടിച്ചോ? ഓക്കെ, റെഡി, 1 2 3. പവർ അവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് എടുക്കുമ്പോൾ തന്നെ 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തും. കാലെടുക്കുമ്പോൾ തന്നെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തും. കാലും കൊടുക്കുമ്പോൾ ഇങ്ങനെ ചാടും. ഇങ്ങനെ ഇപ്പോൾ കാലിപ്പോൾ വെച്ചിട്ട് വെറുതെ ഉണ്ടോ? തലവേദനക്കുള്ള മരുന്നാണ്. ഇവിടെ മനസ്സിലായില്ലേ? ദിസ് ഈസ് മമ്മ, ദിസ് ഈസ് മേമി. ഇവിടെ കണ്ടിട്ടില്ല. ഇതാണ് മേമി, ഞങ്ങളുടെ ഉമ്മാൻ്റെ അനിയത്തി. ഇത് മേമിയുടെ വീടാണ്. മേമി ടീച്ചറാണ്. ഇപ്പം എന്നിട്ടൊരു സ്കൂളിലെ ടീച്ചറാണ് മേമി. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, തടിയില്ലല്ലോ. ഇയല്ല, ഇതടിച്ച് ഈ ഉണ്ടപ്പക്കുറോയി ഉണ്ടപ്പക്കുറയില്ല ഹൈറ്റ് വെച്ച്. മേമി അങ്ങനെ പുതിയ വണ്ടി എടുക്കുകയാണ്. മേമിയിൽ ആദ്യം സെലേറി ആയിരുന്നു. അത് കുറേ കംപ്ലൈൻറ്റും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്
അത് മേമേനെ എടുത്തായിരുന്നു. എന്നിട്ട് അത് ഇപ്പോൾ കൊടുത്ത് കംപ്ലൈൻറ്റ് ഇതായിട്ട് അങ്ങനെ കൊടുത്ത് ശരിയാക്കിയിട്ട് കൊടുത്ത് ഇനി പുതിയ വണ്ടി എടുക്കുന്നത്. ഏതാണ്? ഇഗ്നിസ്. നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. ഇബ്ലീസ് അല്ലേ? പക്ഷെ നല്ല വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു. അപ്പോൾ ഒതുങ്ങിയ വണ്ടിയാണ് മേമിക്ക്. അപ്പോൾ മേമി ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട് ആ വണ്ടിയിൽ, എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഇതും ഓക്കെ. അപ്പോൾ അതൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് ഇതാക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ വണ്ടി ഇറങ്ങാം. മേമിക്ക് വൈറ്റാണ് ഇഷ്ടം. മേമിയുടെ വൈറ്റാണ് ബാഗ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇപ്പോൾ വീടുണ്ടാക്കിയപ്പോഴും ഫുൾ വൈറ്റ് തീമിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ മേമിയും കണ്ടില്ല, അവർ രണ്ടുപേരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കാറ്. പിന്നെ ബാക്കി അപ്പുറത്ത് കുടുംബക്കാരെ വീടുണ്ട്, മാമൻ്റെ 2 മാമാർ ഇവിടെ അപ്പുറത്ത്. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവരെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ എല്ലാവരും ഇൻട്രോവേർട്ടാണ്. ആരും സംസാരിക്കൂല, സംസാരം കുറവാണ്. നമ്മുടെ വണ്ടി ഇവിടെ കയറ്റി വെച്ചിരിക്കുന്നത്. അവിടെ വണ്ടി അടി കെട്ടും, ഭയങ്കര കുത്തനെ കയറ്റമാണ്. അപ്പോൾ നമ്മളിവിടെ അപ്പുറത്തെ വരെ തറവാടാണ്, ഉമ്മാവിൻ്റെ വീട്ടിൻ്റെ തറവാടായിരുന്നു ഇവിടെ പണിയെടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു ഗ്യാപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ഹോം. നമ്മളങ്ങനെ വെള്ളിയാങ്കല്ല് എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പിലിട്ട വാങ്ങാം. സിക്സാക്കോ ഇതിങ്ങനെ പരത്തണം. ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. കൈ കഴുകുക. എന്തായാലും രസമുണ്ടോ? കുറേ ആൾക്കാരാണ് ഇവിടുത്തെ വെറൈറ്റി സാമാനങ്ങൾ തരാം. കിക്കിളി സർബത്ത്, സ്പൈഡർമാൻ ചുണ്ടിക്ക്, കുളിച്ചാർ സോഡ, കുടിക്ക് സർബത്ത്, ഇവരൊക്കെ മതിയാക്കി. കപ്പാസിറ്റി ആണ്. ബാത്റൂമിൽ ഇന്നലെ തുടങ്ങിയെന്നല്ല, ദുബായ് പോയിട്ടുള്ള മറ്റേ ഏറ്റവും രീതിയിലുള്ള മറ്റേ സാമാനങ്ങൾ വെച്ചാൽ ഐ ക്യാൻ ബിയർ എനി ഏരി. കയ്യൊക്കെ ഇവിടെ മറ്റേ സ്കൂട്ടി ഇവിടെ വെച്ചുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും സ്കൂട്ടിയിൽ ഇവിടുന്ന് വരും. നമ്മൾ വല്യമ്മാനെ വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു. നിങ്ങളുടെ യാത്രയ്ക്ക് ശേഷം തിരിച്ച് പെരയിലെത്തി. ബേബി യുവർ ഓല ഈസ് വെരി ഫാസ്റ്റ്. സം റോഡ് തിങ്സ്, സം ട്രാഫിക് തിങ്സ്. ഇഴഞ്ഞാണ് നമ്മൾ റോഡിൽ പണി, റോഡൊക്കെ പൊളിച്ചിട്ട് ഇഴഞ്ഞ് എത്തി. ബൈക്കിലത് ഒരു ഫസ്റ്റ് എത്തി. അങ്ങനെ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.